എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. വിറയാർന്ന ചുണ്ടിൽ നിന്നുതിരാത്ത വാക്കുകൾ അകതാരിലെങ്ങോ വിതുമ്പി നിന്നു. മിഴികളയച്ചെന്ന് കാത്തിരുന്നു. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമല മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്.
തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആകെ ഉള്ള ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അദ്ദേഹം തന്നെ നമ്മളെ കാണുന്നു, നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് വൈകിട്ട് ഇവിടെ എത്തിച്ചേരാമെന്ന് പറയും. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചടങ്ങിന് എത്തിച്ചേർന്ന ജയദേവേട്ടനെ ആദ്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചെറിയ ലളിതമായിട്ടുള്ളൊരു ചടങ്ങിൽ നമുക്കറിയാം, ജയദേവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ സാധാരണക്കാരായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന നാട്യങ്ങളില്ലാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ പൂക്കുട്ടവ് പഞ്ചായത്തിനെ ലോകം മുഴുവൻ അറിയിക്കുന്ന ഒരു പഞ്ചായത്തായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ജയദേവേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ നമ്മൾ മൊത്തം പിന്തുണ നൽകിക്കൊണ്ട് നമ്മൾ നാളത്തെ പരിപാടിയിൽ നിന്ന് ഓർമ്മമരം എല്ലാ അംഗങ്ങൾക്കും ഓർമ്മമരം നൽകിക്കൊണ്ട് എല്ലാ വീടുകളിലും ഓർമ്മമരം കുഴിച്ചിടുന്നതിനും അത് പരിപോഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ ജയദേവനെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചടങ്ങിൽ വെച്ചിട്ട് നമ്മളത് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അന്നത്തെ സ്കൂൾ ലീഡറായിരുന്ന പ്രവീന്ദിനെ ക്ഷണിക്കും. ജയദേവനെ നമുക്കാർക്കും പരിചയമില്ലാത്തതല്ല, നമ്മളെല്ലാം ചേട്ടൻ വിളിച്ചിരുന്ന ആളാണ്. ഇന്ന് നമ്മുടെ പൂക്കോട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ജയദേവനെ നമ്മൾ അത് കഴിഞ്ഞ് കോളേജ് ലൈഫിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ജയദേവനെ ഈ ഒരു സ്മൃതി 2017 എന്ന നമ്മളുടെ SSLC 89-90 ബാച്ചിലെ അധ്യക്ഷത വഹിക്കാൻ. ചിലപ്പോൾ തലേ ദിവസം വന്ന് പോകുമ്പോൾ തന്നെ ഈ ആൾക്ക് പിടികിട്ടും, ഇയാൾ നാളെ വരാണ്ടാവില്ല എന്ന് പിടികിട്ടും. അപ്പോൾ പറയും, ഇന്ന് വന്നു വെച്ചിട്ട് നാളെ വരാതിരിക്കരുതേ എന്ന് പറയും എന്ന പോലെ. അപ്പം നിങ്ങളുടെ ഒരു രജിസ്റ്ററിലൊന്ന് ഒപ്പുവെച്ച് പോകാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ, ഞാനിതിൽ പങ്കെടുക്കണം എന്ന് അത്രയും വിചാരിച്ചാണ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു യൂണിയൻ ഇപ്പം എന്നെ വിളിക്കേണ്ട ഒരു കാര്യം വാസ്തവത്തിലില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് പിന്നെ ഞാൻ വരാതിരിക്കുന്നത് തികച്ചും മര്യാദകേടാണ്. അതുകൊണ്ട് അതാണ് ഒരു കാര്യം. രണ്ടാമത് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത് 2 കാരണം വെച്ചിട്ട് ഞാൻ എന്തായാലും വരണം എന്ന് തന്നെ ഉറപ്പിച്ചാണ്. പിന്നെ എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ, നാളെ കണ്ണൂരിലൊന്ന് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. അതായത് നമ്മുടെ ഇവിടെ പഞ്ചായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഈ തൊഴിലുറപ്പ് പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ കഴിഞ്ഞ വേനൽക്കാലത്ത് കുറച്ച് കിണറുകൾ കുഴിക്കേണ്ടായി. അത് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നല്ല തുടങ്ങിയത്, അതങ്ങോട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 300 സ്ത്രീകൾ കിണർ കുഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 190 കിണർ കുഴിച്ചു. ഞങ്ങൾ വീണ്ടും അത് തുടങ്ങാണ്. അപ്പോൾ 300 സ്ത്രീകൾ കിണർ കുഴിക്കുന്ന ഇന്ത്യയിലെ ഏക പഞ്ചായത്ത് പൂക്കുട്ടവായിരുന്നു. അതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ വലിയ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല. കാര്യങ്ങൾ ചെയ്തു, സ്ത്രീകളായിരുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ് കിണറുകൾ കുഴിക്കാൻ. അപ്പോൾ അവരെ അങ്ങോട്ട് ഇറക്കിയതിലേക്ക് അന്നിപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി കണ്ണൂരുള്ള ഒരു ഫിലിം മേക്കറാണ് അനിൽ ലോഡേസ് എന്ന് പറഞ്ഞിട്ട്, അയാൾ ഇവിടെ വന്നിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ അവരുടെ എന്തോ ഒരു ഇതിൽ 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഓൾ ഇന്ത്യ എന്തോ ഒരു മത്സരത്തിൽ. അപ്പോൾ അതിൻ്റെ ഈ CD-യുടെ പ്രകാശനമാണ് നാളെ. അപ്പോൾ അവർ എന്നെ അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണ്ണൂർ ആളില്ലാഞ്ഞിട്ട് ആവില്ലല്ലോ നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിന് പോകേണ്ടത് ഒരു അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിന് പോവുകയാണ്. വ്യക്തിപരമായിട്ട് അതിനേക്കാൾ എനിക്കിവിടെ നിൽക്കുന്നതിലാണ് താല്പര്യം. ഏതായാലും നിങ്ങളെന്നെ വിളിച്ചതിൽ എനിക്ക് നല്ല സന്തോഷം. ഈ ഓർമ്മിക്കലേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രസംഗം കേൾക്കലൊന്നും അത്ര രസം ആവില്ല. എനിക്കാണെച്ചാൽ എൻ്റെ പ്രധാനപ്പെട്ട ആവിഷ്കാരങ്ങളിൽ ഒന്നാണ് പ്രസംഗം. ഞാൻ പല കാര്യങ്ങളും പ്രസംഗിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്, ഈ കിണർ ഉൾപ്പെടെ, മനസ്സിലായില്ലേ? അപ്പോൾ അതെൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരമാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാനൊന്നല്ല ഉദ്ദേശിക്കുന്നത്. പൊതുവേ ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഓർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് ഞാൻ പറയാം. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താ വെച്ചാൽ കൊടി പിടിക്കുക, യാത നടത്തുക, അല്ലെങ്കിൽ സമരം ചെയ്യുക, അങ്ങനത്തെയൊക്കെയാണ്. അങ്ങനെയല്ല, സൂക്ഷ്മ അർത്ഥത്തിൽ അതൊന്നുമല്ല. അതൊക്കെയുമാണ്, പക്ഷെ അത് മാത്രമൊന്നുമല്ല. അപ്പോൾ നിങ്ങളൊരു 30 കൊല്ലം മുമ്പേത്തെ കാര്യം അല്ലെങ്കിൽ 25 കൊല്ലം മുമ്പത്തെ കാര്യം ഒരു എന്താ പറയുക, ഒരു ജനത എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഓർമ്മിക്കുകയാണ് വിചാരിക്കുക.
ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഓർമ്മയല്ല ഞാൻ. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, പണ്ട് സ്കൂളിൽ പോയി ഓർമ്മയുണ്ടാവും. പക്ഷേ ആസ് എ കമ്മ്യൂണിറ്റി നമുക്ക് 30 കൊല്ലം മുമ്പത്തെ ഓർമ്മ ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉത്തരം. ഉണ്ട് എന്ന് വിചാരിക്കും, നമുക്കത് ഓർമ്മിക്കാൻ പറ്റിയെന്ന് വിചാരിക്കാം. അതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനെ അങ്ങനത്തെ വേറൊരു ആംഗിളിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ആശംസ എന്താണെന്ന് വെച്ചാൽ, ഈ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പിരിഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു എന്താ പറയുക, നേർക്ക് നേരെയുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, വെറുതെ ഇങ്ങനെ ഇതാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഊണ് വെച്ചിട്ട് പിരിഞ്ഞിട്ട് അതൊരു ദിവസം, പല ദിവസത്തിൻ്റെ കൂടെ ഒരു ദിവസം അങ്ങനെ നിങ്ങൾക്ക് ചിലവഴിക്കാമെന്നുള്ളതല്ലാണ്ട് അത് ജീവിതത്തിൽ പ്രത്യേകിച്ച് റിസൾട്ടുകളൊന്നും ഉണ്ടാക്കില്ല. നേരെ മറിച്ച് അതെന്നും ഇത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻ്റായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ല, എൻ്റെ ഒരു അഭ്യർത്ഥനയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് അത്തരം ചില അഭ്യർത്ഥനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഒന്ന് ഡിഫറൻ്റായിട്ട് ചിന്തിച്ചിട്ട്, നിങ്ങളിപ്പോൾ 100-150 ആളുകൾ ഇവിടെ വരുന്നുണ്ടാവും. ഈ 150 ആളുകൾ അതൊരു സമൂഹമാണല്ലോ, 150 പേർ. അവരൊക്കെ ഒരു 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 സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു 25 കൊല്ലം മുമ്പത്തെയോ 30 കൊല്ലം മുമ്പത്തെയോ ഒരു ഓർമ്മ ഒന്നിച്ച് തിരിച്ചു പിടിക്കാനുള്ളൊരു അവസരമായിട്ട് നാളെ മാറിച്ചാൽ അതൊരു വലിയ സംഭവമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു വലിയ സംഭവമായിരിക്കും. കാരണം അങ്ങനത്തെ ഒരാൾക്കും ഒന്നിനെ പറ്റിയും ഓർമ്മയില്ലാത്ത ഒരു 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 കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. सिद्धिविनायकम् अनिशं चिन्तयाम्यहं प्रसिद्धगणनायकं विशिष्टार्थदायकं वरसिद्धिविनायकम् 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 अनिशं चिन्तयाम्यहं प्रसिद्धगणनायकं विशिष्टार्थदायकम्. അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം. പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം. പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. കളിച്ചിരി നിറയും തിരുമുറ്റങ്ങളിലാടിപ്പാടി രസിക്കാം. അറിയാ കഥയുടെ ചെപ്പു തുറക്കാൻ ആ വഴി വഴിവായോ, ആ വഴി വഴിവായോ. അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം. പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. ഒന്നൊന്നായി ചേർന്നു നടക്കാം, ഒന്നിച്ചൊന്നായി പാടാം. ഒന്നൊന്നായി ചേർന്നു നടക്കാം, ഒന്നിച്ചൊന്നായി പാടാം. നന്മ നിറഞ്ഞു തളിർത്തു
അക്ഷര വഴിയെ പോകാം. ഒത്തുപിടിച്ചാൽ ഒരു മല ഇരുമല അറിവിൻ പൂമല കേറാം. അക്കുത്തിക്കുത്താന കളിച്ചിട്ടക്ഷര വഴിയെ പോകാം. ഒത്തുപിടിച്ചാൽ ഒരു മല ഇരുമല അറിവിൻ പൂമല കേറാം. എണ്ണം ചൊല്ലി കണ്ണു